സ്വാഗതം. ഞാൻ മുസ്ലിം മോണ്ടിസോറി ടീച്ചർ ആൻഡ് അബാക്കസ് അസിസ്റ്റന്റ് ട്രെയിനർ. ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഡ്രീംസ് അക്കാദമിയുടെ കീഴിൽ മോണ്ടിസോറിയോ PPTC അറബിക് TTC ഒക്കെ എടുത്ത ടീച്ചേഴ്സ് ട്രെയിനിങ് ദിവസം നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുമായി പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന പേപ്പറാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അപ്പോൾ ഈ ലെറ്ററിൽ നമുക്കറിയാം നമ്മൾ ഏതാണോ ഡേറ്റ് ആ ഡേറ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. പിന്നെ നമുക്ക് 3 ഭാഗങ്ങളാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഐ ഹിയർ സർട്ടിഫൈ ദാറ്റ്, അവിടെ നിങ്ങളുടെ പേര്, ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ നമുക്ക് വേണ്ടത് ദ സ്റ്റുഡൻസ് ഈസ് ലേണർ ഓഫ്, നിങ്ങൾ മോണ്ടിസോറി ആണെങ്കിൽ മോണ്ടിസോറി ടീച്ചർ എന്ന് എഴുതാം, MTTC ആണെങ്കിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എഴുതാം, ഇനി PPTC ആണെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എഴുതാം. അതല്ല അറബിക് ആണെങ്കിൽ നിങ്ങൾ ഏതാണോ അത് ഇവിടെ മെൻഷൻ ചെയ്യാം. ഓഫർഡ് ബൈ ദ SCRT കൗൺസിൽ അക്കാദമി ഇൻ, ഇത് ഇയർ, അതായത് ഏതാണ് ഇയർ എന്നുള്ളതാണ്. ഇപ്പോൾ 2023-24 ബാച്ച് ആണെങ്കിൽ 2023 to 2024 എന്ന് എഴുതാം. അതല്ല 24-25 ബാച്ചാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഈ ഒരു പേപ്പറാണ് ഫസ്റ്റ് നമ്മൾക്ക് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ കൂടെ വരുന്ന പേപ്പറാണ് അറ്റൻഡൻസ് ഷീറ്റ്. ഇത് നമുക്ക് അവിടെ സ്കൂളിലൊരു മെൻറ്റർ ഉണ്ടാവും, അവരാണ് ഇത് ഫില്ല് ചെയ്ത് തരേണ്ടത്. ട്രെയിനറിനെ നമ്മുടെ പേര് ഇവിടെ എഴുതാം, പ്ലേസ് ഏതാണോ സ്കൂളിൽ അത് ചെയ്യുന്നത് അവിടെ എഴുതാം. എത്ര ദിവസമാണോ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത് അത്ര ദിവസത്തെ ഡേറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് പീരീഡ് ടൈം ഉണ്ടാവും, ആ പീരീഡ് ടൈം സ്റ്റാർട്ടിങ് മോർണിംഗ് സെക്ഷൻ ആഫ്റ്റർനൂൺ ആണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. സിഗ്നേച്ചർ അവരുടെ സിഗ്നേച്ചറാണ്, സ്കൂൾ നെയിമും പ്രിൻസിപ്പൽ നെയിമും സിഗ്നേച്ചർ എന്ത് ചെയ്യുക, അവർ മാർക്ക് ചെയ്ത് തരും. ഇത് നമ്മൾ പൂരിപ്പിക്കേണ്ട ഈ പേപ്പർ എന്ത് ചെയ്യുക, സ്കൂളിൽ ഏൽപ്പിക്കാം. പിന്നെ വരുന്നത് പേപ്പറാണ് ഒബ്സർവേഷൻ, അതായത് ക്രിറ്റിസിസം ഒബ്സർവേഷൻ ഷീറ്റ്. ഈ ഒരു ഷീറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആരാണ് നമ്മുടെ പേരും ഡ്യൂറിങ് പ്രാക്ടീസസ്. ഇവിടെ നമുക്ക് ഇയർ ഉണ്ട്, 2024 to 2025 ആണെങ്കിൽ അങ്ങനെ അവിടെ മാർക്ക് ചെയ്യാം. നമ്മുടെ പേരാണ് ഫസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ഇയർ. പിന്നെ വരുന്നത് നോക്കാം, ഇവിടെ നമുക്ക് 15 പോയിന്റ്സ് ആണുള്ളത്, അതായത് മോട്ടിവേറ്റിംഗ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ സിസ്റ്റമാറ്റിക് ആൻഡ് സീക്വൻഷ്യൽ പ്രസന്റേഷൻ. ഇതിൽ ഓരോ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. കാരണം ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർലി യൂസ് ചെയ്യുന്നുണ്ടോ, യൂസിങ് കളർ ചോക്സ് റിക്കർ, നമുക്ക് കളർ ചോക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യും, അവർ നോട്ട് ചെയ്യും. അതിനനുസരിച്ചുള്ള പോയിന്റ് ആണ് അവർ നമുക്ക് എന്ത് ചെയ്യുക, ഈ എക്സലന്റ് ആണോ, വെരി ഗുഡ് ആണോ, ഗുഡ് ആണോ, അതിനനുസരിച്ച് നമുക്കിവിടെ മാർക്ക് വരാം. അപ്പോൾ ഇത് ടോട്ടൽ വരുന്നത് 150-ലാണ്. കാരണം ഓരോന്നിനും 10 മാർക്ക് വെച്ച് 15 എണ്ണത്തിന് 150-ലാണ്. ടോട്ടൽ 150 വരിക മാർക്ക്. അപ്പം ഇതും സ്കൂൾ അധികൃതരാണ്, പ്രിൻസിപ്പളാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്ത് തരേണ്ടത്. അപ്പോൾ ഈ 3 പേപ്പേഴ്സാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവിടെ ചില സമയം നിങ്ങളോട് ചോദിക്കാം എത്രയാണ് മാർക്കിൽ ഈ 15 പോയിന്റ്സും നോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയാം 15 പോയിന്റും വേണം. അപ്പം അതിൽ ഓരോന്നിനും 10 വെച്ചിട്ടാണ് വരിക. അപ്പം 150-ലാണ് നിങ്ങൾക്ക് മാർക്ക് അവർ രേഖപ്പെടുത്താം. അപ്പം ഇതിൽ ഓരോ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ക്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ ഓരോ പോയിന്റും
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമായി കൊണ്ടുപോകേണ്ട 3 പേപ്പേഴ്സ് ഇതാണ്. ബാക്കി ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.